മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുകയാണ്, ട്രംപ് ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയാണ്, രാഹുൽ ഗാന്ധിയുടെ കുടുംബം ക്രൈസ്തവമാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ട്രംപിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളോടും കൂടി ഇന്ത്യ കുതിച്ചു ചാടുമെന്നാണ്. ഇപ്പോഴും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് എന്താ? നരേന്ദ്രമോദിജി ഈ ഇന്ത്യയെ വിറ്റു, ട്രംപിന്റെ മുൻപിൽ സറണ്ടർ ചെയ്തു, ട്രംപ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നു എന്നൊക്കെയാണ്. അതൊന്നും സത്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ട്രംപ് നരേന്ദ്രമോദിജിയുമായി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പാട്ടിലാക്കി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ഇന്ത്യയെ ഒരു പരിപൂർണ ക്രൈസ്തവ രാഷ്ട്രം ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. അത് സാധിക്കാനായിരുന്നു അദ്ദേഹം ശ്രമം നടത്തിയത്. പക്ഷേ മോദിജി അദ്ദേഹം ഉദ്ദേശിച്ച ആളല്ല. അദ്ദേഹം മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ തന്ത്രപരമായി അങ്ങ് ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായുള്ള സ്ഥിതി എന്തായിരിക്കും? ഇപ്പൊ ഇന്ത്യയെ വിറ്റുവെന്നും സറണ്ടർ ചെയ്തുവെന്നുമുള്ള ആരോപണമേ ഉള്ളൂ. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ അന്ന് ഇന്ത്യ ഒന്നാകെ ട്രംപിന്റെ കാൽ കീഴിൽ അടിയറ വയ്ക്കുന്ന സ്ഥിതിയായിരിക്കും വരുന്നത്. പിന്നെ ട്രംപൻ ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. അമേരിക്കയുടെ കേവലം ഒരു കോളനിയായി ഇന്ത്യ അധപ്പതിക്കും. അതിലേക്ക് വേണ്ടി ഇന്ത്യയെ പിടിച്ചു വലിക്കുന്ന, നയിക്കുന്ന നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ. അവര് ഇസ്ലാമിക ഭരണം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം അപ്പുറത്ത് നടക്കുമ്പോൾ ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ത്യയെ മറ്റൊരു ശ്രമം. ഏതായാലും ഇവർ തമ്മിൽ മത്സരിക്കുകയും കടിപിടി കൂടുകയും അടിപിടി കൂടുകയും ഒക്കെ ചെയ്താലും ഇന്ത്യക്കൊരു കുഴപ്പവുമില്ല. കാരണം ഇന്ത്യയുടെ സംസ്കാരവും ഔന്നത്യവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്നു. അതിന് എക്കാലത്തും ഉയർച്ചയും ശക്തിയും മാത്രമേ ഉണ്ടാവൂ. ഇതൊരു ദൈവീക രാഷ്ട്രമാണ്, ഇതൊരു ആധ്യാത്മികതയുടെ കേന്ദ്രമാണ്. അതിന് യാതൊരു കോട്ടവും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കോൺഗ്രസ്സുകാരും അതേപോലെ ഇസ്ലാമിക തീവ്രവാദികളും കരുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.